പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കൈവരികൾ തകർന്ന് അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിലെ കൈവരികൾ തകർന്ന് അപകടാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. നേവൽ അക്കാദമിയിൽ നിന്നും വന്ന കൂറ്റൻ ലോറിയുടെ പിൻഭാഗമിടിച്ചാണ് ആഴ്ചകൾക്ക് മുൻപ് കൈവരികൾ തകർന്നത്. നേവൽ അക്കാദമിയിൽ നിന്നും വിമാനഭാഗം കയറ്റി വന്ന കൂറ്റൻ ലോറിയുടെ പിൻഭാഗം തട്ടിയാണ് റെയിൽവേ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ കൈവരി തകർന്നത്. നിലവിൽ 10 മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് തൂണുകൾ ഏത് സമയവും ഇളകി വീഴാമെന്ന സ്ഥിതിയിൽ നിൽക്കുകയാണ്. കൂറ്റൻ വിളക്കുകാല് പോലും ചാഞ്ഞു നിൽപ്പുണ്ട്. ഈ പാലത്തിന് താഴെ തൃക്കരിപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന പഴയ റോഡാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന് മുകളിലാണ് അപകടത്തിലായ കോൺക്രീറ്റ് കൈവരികൾ ചരിഞ്ഞു നിൽക്കുന്നത്. പ്ലാസ്റ്റിക് കയർ കൊണ്ടും തുണികൾ കൊണ്ടും കെട്ടിവെച്ചാണ് ഈ ഇടിഞ്ഞു വീഴാറായ തൂണുകൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതായത് കാറ്റത്തും മഴയത്തും ഒരു അപകടം പ്രതീക്ഷിക്കാമെന്നർത്ഥം. ഈ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ തകർന്നു കിടക്കുന്ന കൈവരിയാണിത്. എത്രയോ ദിവസങ്ങളായി ഇതിങ്ങനെയായിട്ട്. ഏതോ വണ്ടി വന്ന് അടിച്ചിട്ടാണോ എന്തോ കാരണങ്ങൾ ഉണ്ടായിന്. പക്ഷേ ഇത്രയായിട്ടും റെയിൽവേ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഇതിന് മുമ്പിൽ കാണിക്കുന്ന ഒരു അലംഭാവം വളരെ കുറ്റകരമായതാണ്. കാരണം എത്രയോ ആളുകൾ ദിനേന യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഓവർബ്രിഡ്ജിൻ്റെ താഴെയുള്ള റോഡ്. എത്രയോ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ചെറിയൊരു അശ്രദ്ധ മാത്രം മതി, ഒരു നല്ലൊരു കാറ്റ് വന്നാൽ പോലും വീഴാവുന്ന പരുവത്തിലാണ് ഇതിൻ്റെ കൈവരികളുള്ളത്. ശരിക്കും നമ്മൾ ഒരു വലിയ ദുരന്തം സംഭവിച്ചാൽ മാത്രം എല്ലാവരും പത്രക്കാരും എല്ലാവരും സടകുടഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഉണ്ടാകുന്നത്. സത്യത്തിൽ ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ് പയ്യന്നൂർ. കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്തിൻ്റെ ചുമതല. റെയിൽവേ ട്രാക്കിനു മേൽ ഭാഗത്തു കൂടിയുള്ള പാലത്തിൻ്റെ ചുമതല മാത്രമാണ് റെയിൽവേക്ക്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് തന്നെയാണ് അറ്റകുറ്റപ്പണികളുടെ ചുമതലയും. നാശനഷ്ടമുണ്ടാക്കിയ വാഹന ഉടമകളിൽ നിന്നാണ് നഷ്ടപരിഹാര തുക ഈടാക്കി പണി തുടങ്ങേണ്ടത്. എന്നാൽ ഇവിടെ പരാതിയോ കേസോ ഒന്നും ഉണ്ടായിട്ടുമില്ല. അതായത് അറ്റകുറ്റപ്പണിയുടെ ഉത്തരവാദിത്തം ആർക്കുമില്ലെന്നർത്ഥം. അപകടമുണ്ടായാൽ മാത്രം ഓടിയെത്തുന്ന സർക്കാർ സംവിധാനങ്ങൾ എത്ര അനുഭവങ്ങൾ ഉണ്ടായാലാണ് പഠിക്കുക എന്ന ചോദ്യം അപ്പോഴും ബാക്കി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.